ടോക്സിക് ഫാമിലി റിലേഷൻഷിപ്പ് നിങ്ങളെ ബാധിക്കുന്ന ഒന്നാണോ? ഇന്ന് പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് ടോക്സിസിറ്റി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവനെടുക്കാൻ പോലും ശക്തിയുള്ള ഒരു വിഷമാണിത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ, അവഗണന, ആർട്ടിഫിഷ്യാലിറ്റി, ജെനുവിനിറ്റി ഇല്ലാത്ത അവസ്ഥ എന്നിവ മാനസിക വൈകാരിക ആരോഗ്യത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു. നിങ്ങൾ നല്ലവരാണോ അല്ലെങ്കിൽ കഴിവുള്ളവരാണോ എന്നീ ചിന്തകൾ പോലും നിങ്ങളിൽ ഉളവാക്കുന്നു. ചെറിയ തെറ്റുകൾ പോലും പരാജയമെന്ന തോന്നൽ നൽകുന്നു. എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് കാതോർക്കുകയും നിങ്ങളുടെ സ്വയം വിലയിരുത്തലുകൾ അവഗണിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ ക്രിറ്റിസിസവും അതുപോലെ തന്നെ അവരുടെ വാലിഡേഷനും നിങ്ങളുടെ ഇന്നർ വോയിസായി മാറുന്നു. മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിനും സ്വന്തം വികാരങ്ങളെ അടക്കി വയ്ക്കുന്നതിനും അവഗണിക്കുന്നതിനും നിങ്ങൾ മുൻതൂക്കം നൽകുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള അവസ്ഥയെ മനസ്സിലാക്കുകയും മറികടക്കുന്നതിനുമുള്ള മുൻകൈ എടുക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിത നിലവാരത്തെ തന്നെ ഗുരുതരമായി ബാധിക്കും. ആദ്യമായി ഇതിലെ ടോക്സിസിറ്റി തിരിച്ചറിയുകയും അത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്നോ അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്നോ അകന്നു നിൽക്കുന്നതിനാവശ്യമായ അതിർവരമ്പുകൾ, ബൗണ്ടറീസ് നിശ്ചയിക്കുക. നിങ്ങൾക്ക് ലഭിക്കാതെ പോയ സ്നേഹവും കെയറുമെല്ലാം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നൽകുക. സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ആളുകളുമായി സമ്പർക്കം പുലർത്തുക. അങ്ങനെയും മനുഷ്യർ ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യത്തിലൂടെ നിങ്ങൾക്ക് ഈ ടോക്സിക് അവസ്ഥയിൽ നിന്നും ആളുകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നതിന് സാധിക്കും. ഓർക്കുക, തുടർച്ചയായിട്ടുള്ള വിമർശനം, അവഗണന എന്നിവ ഒരിക്കലും നിങ്ങളുടെ മതിപ്പ് നിശ്ചയിക്കുന്നതിലല്ല, നേരെ മറിച്ച് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെയും തോട്ട് പ്രോസസ്സിനെയും തന്നെ അത് ഡിസ്ട്രക്റ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് ടോക്സിസിറ്റി എവിടെയായാലും, അത് ഫാമിലി ലൈഫിലായാലും വർക്ക് എൻവയോൺമെൻറ്റിലായാലും കൊണ്ട് നടക്കേണ്ടുന്ന ഒരു കാര്യമല്ല. ദാറ്റ് ഈസ് റിയലി പോയ്സണസ്. അതുകൊണ്ട് പോയ്സണസ് ആയിട്ടുള്ള ഈ ഒരു ടോക്സിസിറ്റിയിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ നിങ്ങളാൽ കഴിയും വിധം എല്ലാ സ്റ്റെപ്സും എടുക്കുക. അത് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് തേടാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ ഒരു തെറ്റായി ചിന്തിക്കേണ്ട. അങ്ങനെ ഒരു ട്രോമ ബോണ്ടിൽ കിടന്ന് ജീവിതം നശിപ്പിച്ച് കളയാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക.